റഷ്യ യുക്രൈൻ യുദ്ധം ശക്തമായി തുടരുന്നതിനിടെ യുക്രൈന് ആശങ്കയുയർത്തുന്ന ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. ആധുനിക കാലത്തെ യുദ്ധത്തിൻ്റെ കരുത്താണ് ഡ്രോണുകൾ. പുതിയ അത്യാധുനിക ഡ്രോൺ യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ് റഷ്യ. ബുധനാഴ്ചയാണ് ഡ്രോൺ യുദ്ധ യൂണിറ്റ് സജ്ജമാക്കിയ വിവരം റഷ്യ പുറത്തുവിട്ടത്. സേനയുടെ ഡെപ്യൂട്ടി മേധാവി കേണൽ സെർജി ഇസ്റ്റുഗനോവ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. പുതിയ യൂണിറ്റ് പൂർണ്ണ സജ്ജമാണെന്നും അതിന് തലവനെ നിയമിച്ചിട്ടുണ്ടെന്നും ഇസ്റ്റുഗനോവ് പറഞ്ഞു. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം നൽകിയില്ല. ഭരണ യൂണിറ്റുകളും റെജിമെൻറ്റുകളും മറ്റ് യൂണിറ്റുകളും രൂപീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു. കമാൻഡർമാർ, റെജിമെൻറ്റുകൾ, തന്ത്രപരമായ ഏകോപനം എന്നിവയുള്ള ഒരു ഏകീകൃത ഘടനയിലാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. യുക്രൈൻ സംഘർഷത്തിലെ ഏറ്റവും ശക്തമായ ആക്രമണ രീതിയായി ഡ്രോൺ യുദ്ധം മാറിയിരുന്നു. ഇരുപക്ഷവും രാജ്യങ്ങൾക്കുള്ളിൽ കടന്നുകയറി ആക്രമണങ്ങൾ നടത്തുന്നു. അതിനാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളും യുക്രൈനും റഷ്യയുടെ ഈ പുതിയ നീക്കത്തെ വലിയ ഭീഷണിയായി കാണുന്നുണ്ട്. മറ്റ് യൂണിറ്റുകളുമായി ചേർന്നാണ് ഡ്രോൺ യൂണിറ്റ് പ്രവർത്തിക്കുന്നതെന്നും ഇസ്റ്റുഗനോവ് പറഞ്ഞു. നിലവിലുള്ള യൂണിറ്റുകളെ വിപുലീകരിക്കുന്നതായും പുതിയവ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. പുതിയ യൂണിറ്റിനു വേണ്ടി സൈനികർക്ക് പരിശീലനം നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഒരു പ്രത്യേക ഡ്രോൺ യൂണിറ്റ് സജ്ജമാക്കുമെന്ന് ജൂണിൽ മോസ്കോയിൽ നടന്ന ഒരു യോഗത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു. സായുധ സേനയുടെ പ്രത്യേക ശാഖയായി ഒരു ഡ്രോൺ യൂണിറ്റ് ഒരുക്കുമെന്നാണ് പുടിൻ പറഞ്ഞത്. യുക്രൈൻ യുദ്ധത്തിൽ ഡ്രോണുകൾ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. 2024 ജൂണിൽ സൈന്യത്തിൻ്റെ ഒരു ശാഖയായി യുക്രൈൻ ഡ്രോൺ യൂണിറ്റ് സ്ഥാപിച്ചിരുന്നു. ലോകശക്തിയായ റഷ്യയെ യുക്രൈൻ വിറപ്പിക്കുന്നത് ഡ്രോൺ ആക്രമണത്തിൻ്റെ കരുത്തിലാണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. പിന്നാലെ റഷ്യയും ഡ്രോൺ യൂണിറ്റുമായി എത്തിയത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം യുക്രൈനിലെ ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ വ്യാപകമായി ആക്രമണം നടത്തിയിരുന്നു. റഷ്യ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ഡ്രോൺ ജനവാസ മേഖലയിൽ പതിച്ചാണ് സിനിപ്രോ നഗരത്തിൽ 3 പേർ കൊല്ലപ്പെട്ടത്. 3 പേർ സവോർഷ്യയിലും ഒരാൾ ഖർക്കീവിലുമാണ് കൊല്ലപ്പെട്ടത്. ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ച റഷ്യക്കെതിരായ ഉപരോധം ശക്തമാക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടു. ശൈത്യകാലം വരാനിരിക്കെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം സാധാരണക്കാരെ ഉപദ്രവിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. 450 ഡ്രോണുകളും 45 മിസൈലുകളും റഷ്യ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ തൊടുത്തുവിട്ടു. റഷ്യയുടെ ഓരോ ആക്രമണത്തിനും തക്കതായ രീതിയിൽ ഉപരോധം ശക്തമാക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. കീവ്, പോൾട്ടാവ, ഖാർക്കീവ് മേഖലയിലെ പല ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾക്കും ആക്രമണത്തിൽ തകരാർ വന്നു. പോൾട്ടാവ മേഖലയിലെ ക്രമൻചുക്, ഹൊരിഷ്നിപ്ലാവ്നി നഗരം എന്നിവിടങ്ങളിലെ വൈദ്യുതി വിതരണം പൂർണ്ണമായി നിലച്ചു. 2022 യുദ്ധം തുടങ്ങിയതിന് ശേഷം ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ റഷ്യ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിതെന്ന് യുക്രൈൻ അറിയിച്ചു.